നമ്മുടെ ഫോണിൽ യൂസി ബ്രൗസർ മിനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനായി ആപ്ലിക്കേഷൻ ഫോൺ ഇല്ലാത്ത ആൾക്കാർ പ്ലേ സ്റ്റോറിലേക്ക് പോയ ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം യൂസി മിനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. ഏകദേശം 2 MB മാത്രമാണ് സൈസ് ഉള്ളത്. അത് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ആവുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോണിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ള ആൾക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത്. മിക്കവരുടെയും ഫോണിനകത്ത് യൂസി ബ്രൗസർ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ നെറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രൗസറാണ് യൂസി ബ്രൗസർ. അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഓപ്പൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കാണിക്കുക. അത് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കളയുക. അതിനുശേഷം സ്റ്റാർട്ട് നൗ എന്നത് പ്രസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസി ബ്രൗസറിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിക്കാനുള്ള 2 ബോക്സ് ഉണ്ട്. അവിടെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത ശേഷം ലോഗിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്കിൽ നിന്നും ഒരു വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. തൽക്കാലം ഇപ്പോൾ വീഡിയോസ് എന്ന് പറയാനായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിനകത്തുള്ള എന്തെങ്കിലും വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ പ്രൊഫൈലിലേക്ക് പോയ ശേഷം ഓക്കെ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു രതീഷ് ആർ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേജ് ഷെയർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിനകത്തുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അദ്ദേഹം ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ പ്ലേ ആവാനുള്ള പേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ വരും. ഡൗൺലോഡ്, പ്ലേ ഓൺലൈൻ, ക്യാൻസൽ എന്നിങ്ങനെ 3 ഓപ്ഷൻ വരും. നമ്മൾ ഓൺലൈനായിട്ട് പ്ലേ ചെയ്ത് കാണണമെങ്കിൽ പ്ലേ ഓൺലൈൻ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഗോട്ട് ഇറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആവുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാൻ സാധിക്കും. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഡൗൺലോഡ് ആവുന്ന എത്ര സെക്കൻഡ് റിമൈനിങ് ഉണ്ടെന്ന് കാണിക്കും. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വേഗം ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം വീഡിയോ ഡൗൺലോഡ് ആവുന്നത് വരെ. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആ വീഡിയോ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഓക്കെ, ഫുള്ള് ഡൗൺലോഡ് ആയിരിക്കുകയാണ്. നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസറായ യൂസി ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തഡാണിത്. അതായത് നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണോ പ്ലേ ഓൺലൈനായിട്ട് കാണണോ എന്ന് ചോദിക്കും. നമ്മൾ ഡൗൺലോഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ മെത്തഡാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദിവസം ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ദിവസം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കാണുവാനായിട്ട് ഫേസ്ബുക്ക് ഗോവിന്ദ് ഗൽമാനോടെന്ന് ടൈപ്പ് ചെയ്ത് കാണുന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്ന ബട്ടൺ അമർത്തി ഫോളോയിങ് എന്നത് പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് മുകളിലെ 3 ഡോട്ടിൽ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ പോസ്റ്റ് എന്നതും ഓൾ ലൈവ് പോസ്റ്റ് എന്നതും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എല്ലാ ദിവസവും കാണാൻ സാധിക്കും. അതുകൂടാതെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി കാണുവാൻ വേണ്ടി
ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഷെയർ പോസ്റ്റ് നൗ എന്നത് പ്രസ് ചെയ്യുക.